മഹേഷിന് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും അതുപോലെ മഹേഷും കൂടി ചേർന്നിട്ട് ഒരു സ്ഥലത്ത് 50% ഓഫിൽ പുതിയ സാധനങ്ങൾ വിൽക്കുന്നു എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ട് മഹേഷ് സച്ചിയെയും കൂട്ടിയിട്ട് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് ചെല്ലുവാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് എല്ലാം നല്ല പുത്തൻ സാധനങ്ങളും അതും വിലയാണെന്നുണ്ടെങ്കിൽ പകുതിയേ ഉള്ളൂ. അവരതെല്ലാം കണ്ടിട്ട് ശരിക്കും അതിശയ പൊച്ച പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. സാധനങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അവർ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോഴേക്കും അവിടെയുള്ള ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്താ സാർ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, സാർ ഞങ്ങൾക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്, 5000 രൂപയാണ് ബഡ്ജറ്റ്, അതിലെ സാധനങ്ങൾ കിട്ടുമോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കിട്ടും സാർ, നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയും അതുപോലെ മഹേഷിനെയും കൂട്ടിയിട്ട് ഫ്രിഡ്ജിന്റെ സെക്ഷന്റെ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണേ. പോകുന്ന വഴിയിലുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് സച്ചി വെക്കുന്നുണ്ട് കേട്ടോ. എടാ മഹേഷ്, ഇത് നോക്കണം എന്ത് വിലക്കുറവാണ് എന്നുള്ള കാര്യം. അത് കേട്ട ഉടനെ തന്നെ അവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, സാർ ഓരോരോ വലിയ വലിയ കമ്പനീസിലെ സാധനങ്ങളൊക്കെ പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് വില കുറച്ച് തരും, അത് ഞങ്ങൾ വില കുറച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കുന്നതാണ്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണോ എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോഴേക്കും വേറൊരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, അയ്യോ സാർ ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് അല്ല, എല്ലാം പുത്തനാണ്. പുതിയ മോഡലുകൾ കമ്പനിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പഴയ മോഡൽസ് ഞങ്ങൾ പകുതി വിലയ്ക്ക് വിൽക്കുന്നതാണ്. നിങ്ങൾക്ക് സാർ ഏതാ വേണ്ടെന്ന് വെച്ചാൽ പോയി നോക്കിക്കോളൂ എന്ന് പറയണേ. ആ ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷും അതുപോലെ സച്ചിയും കൂടി ചേർന്നിട്ട് വാഷിംഗ് മെഷീനും എല്ലാം നോക്കുന്നുണ്ട്. ഇത് കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ചെറിയ വിലയിൽ നല്ല സാധനങ്ങൾ മേടിക്കാലോ എന്നൊക്കെ മഹേഷ് പറയണേ. അത് കേട്ട ഉടനെ തന്നെ സച്ചി പറയുന്നത്, ഇതുപോലെ തന്നെ കല്ലിനും അതുപോലെ തന്നെ കമ്പിക്കും മണലിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും പെട്ടെന്ന് തന്നെ ഒരു റൂം കെട്ടായിരുന്നു എന്നുള്ള കാര്യം പറയാണേ. അതെന്തായാലും സാധിക്കും തോന്നുന്നില്ല സച്ചി, വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ വെക്കാനുള്ള സാധനങ്ങൾ നീ വിലക്കുറവിൽ ഇവിടുന്ന് മേടിച്ചോ എന്നുള്ള കാര്യമാണ് മഹേഷ് പറയുന്നത്. എടാ പെണ്ണിനെ കിട്ടാതെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും താലി മേടിക്കാൻ വേണ്ടി പറ്റില്ല, അതുപോലെ തന്നെയാണ് ആദ്യം ഞാൻ റൂം കെട്ടട്ടെ, അതിനുശേഷം അതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം, നീ എന്തായാലും ഫ്രിഡ്ജ് നോക്കുക എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ അങ്ങ് പറഞ്ഞു വിടുവാണേ. സച്ചി അങ്ങനെ ഒരു വശത്തു കൂടെ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പുറത്ത് കൂടെ ഫ്രിഡ്ജ് നോക്കി പോകുന്ന സമയത്താണ് അവിടെ ഒരു ഫ്രിഡ്ജ് കാണുന്നത്. അത് കണ്ടോടെ തന്നെ സച്ചിയെ വിളിക്കാൻ കേട്ടോ, ഇത് നോക്ക് സച്ചി, നിന്റെ ഏട്ടന്റെ കടയിൽ നിന്ന് കണ്ടില്ലേ അതുപോലത്തെ ഫ്രിഡ്ജാണ്, ഇവിടെ എന്ത് വിലക്കുറവാന്നുള്ള കാര്യം നോക്ക്, എന്തായാലും നീ ലക്കിയാണെടാ, നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോ ആ ഇഷ്ടപ്പെട്ടടാ, എനിക്ക് ഇത് മതി എന്ന് പറയാണേ. മഹേഷിന് അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട് ഈ ഫ്രിഡ്ജ് മതി എന്നുള്ള കാര്യം. 5000 രൂപ അല്ലേ എന്നുള്ള കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്യുമ്പോൾ അതെ സാർ അത്രേ ഉള്ളൂ, നിങ്ങൾ ഫ്രിഡ്ജ് വീട്ടിലേക്ക് വണ്ടിയിൽ കൊടുത്തു വിടുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വണ്ടീന്റെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി, സാധനമൊക്കെ ഞങ്ങൾ കയറ്റി അയച്ചോളാം എന്ന് പറയുന്നുണ്ട്. ശരി അതൊക്കെ ഞാനും കൊടുത്തോളാം എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ സാർ പോയിട്ടൊരു കാര്യം ചെയ്യൂ, 5000 രൂപ പേ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജ് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാം എന്നുള്ള കാര്യം സ്റ്റാഫ് പറയാണേ. കാശ് പോകുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, എന്തായാലും ഭാഗ്യമുണ്ട് ഫ്രിഡ്ജ് മേടിച്ചതുകൊണ്ട് ഇനി ഭാര്യന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ, എന്തായാലും നീ ഫ്രിഡ്ജ് കൊണ്ടുപോയിട്ട് വീട്ടിലിടടാ, അപ്പോൾ നിനക്ക് നല്ല മര്യാദ കിട്ടും ഭാര്യയുടെ അടുത്ത് നിന്നുള്ള കാര്യം പറയാണേ. അങ്ങനെ കാഷ്യറിന്റെ അവിടേക്ക് ചെന്നിട്ട് സാർ ആ ഫ്രിഡ്ജാണ് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഓ അതാണല്ലേ, 5000 രൂപ എന്ന് പറയാണ്. അങ്ങനെ 5000 രൂപ കാശായിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുവാണേ. അപ്പോഴേക്കും പുറത്താണെന്നുണ്ടെങ്കിൽ പോലീസുകാര് വണ്ടിയിൽ വരുന്നതിന്റെ സൗണ്ട് കേൾക്കുവാണേ. പോലീസുകാരൻ ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫും ആളുകളൊക്കെ പോലീസ് വരുന്നടാ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ പോലീസുകാരൻ പറയുന്നുണ്ട് ഓടിക്കളഞ്ഞ എല്ലാത്തിനും കൊന്നു കളയും എന്നുള്ള കാര്യം. അപ്പോഴും സച്ചിക്കും അതുപോലെ തന്നെ മഹേഷിനും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഒരു സ്ഥാപനം എന്നുള്ള കാര്യം പറയുന്നത് സ്തുതിയെ പറ്റിച്ചില്ലേ, അതുപോലെ ഓരോരോ കടയിൽ നിന്നും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറ്റിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ ഇവിടെ പകുതി വിലയ്ക്ക് വിൽക്കുകയാണ്. ഇതാണ് ഈ ഷോറൂമിന്റെ ഇത് കേട്ടോ. അവിടെയാണ് സച്ചി മഹേഷും വന്ന് പെട്ടത്. അതിലുള്ള ഒരു സ്റ്റാഫിനെ പിടിച്ചിട്ട് കണ്ട സ്ഥലത്ത് നിന്നൊക്കെ ഓരോരോ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇവിടെ പകുതി വിലയ്ക്ക് വിൽക്കുന്നോടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് മഹേഷ് സച്ചിയുടെ അടുത്ത് പറയുന്നത്, എടാ ഇതെല്ലാം മോഷ്ടിച്ച സാധനങ്ങളാണ് എന്ന്, അതുകൊണ്ടാണ് സാധനങ്ങൾക്കൊക്കെ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതെന്ന് സച്ചിയും പറയാണേ. പോലീസുകാരാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫിനെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും സച്ചിയും അതുപോലെ മഹേഷും പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾ മോഷ്ടിച്ച സാധനങ്ങളാണല്ലോ വിൽക്കുന്നത്, ഞങ്ങളുടെ 5000 രൂപ താടാ എന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കണേ. സാർ ഞങ്ങളിവിടെ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾ 5000 രൂപ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഓഹോ നിങ്ങൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഉടായ്പ പറയുന്നതാണല്ലേ. അയ്യോ സാർ അല്ല സാർ, ഞങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേട്ട പോലീസ് പറയുന്നത് സാധനങ്ങൾ മോഷ്ടിച്ച സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ്, കോൺസ്റ്റബിൾ ഒരാളെ പോലും വിടാതെ എല്ലാവരും പൊക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ മഹേഷിനെയും അതുപോലെ സച്ചിയെയും ഈ കള്ളന്മാരുടെ കൂടെ തന്നെ കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് ഒരു സെല്ലിനകത്ത് ഇടുന്നുണ്ട്. സാർ എന്തിനാ ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ പിടിച്ചിട്ട് സെല്ലിടുന്നത് എന്നുള്ള കാര്യം പോലീസുകാരെടുത്ത് നമ്മുടെ സച്ചി ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പുറത്ത് വിടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ മര്യാദയ്ക്ക് ഇവിടെ മിണ്ടാതിരുന്നോണം, എല്ലാത്തിനും ലാത്തി എടുത്ത് ഞാൻ വീശിക്കളയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് CA ചോദിക്കുന്നുണ്ട്, ഈ കടയിലെ ഓണർമാരെ എല്ലാവരും വിളിച്ച് ഇൻഫോം ചെയ്തോ എന്നുള്ള കാര്യം. ആ സാർ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം അതിലുള്ള കോൺസ്റ്റബിൾ പറയാണ്. ആ കടയിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോലീസുകാരൻ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. സെല്ലിനകത്ത് രണ്ട് പക്ഷത്തുള്ള ആൾക്കാരുണ്ട്, സച്ചിയെ പോലെ തന്നെ മഹേഷിനെ പോലെ തന്നെ വേറെ 2-3 ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ.
മറുവശത്താണെന്നുണ്ടെങ്കിൽ ഈ മോഷ്ടിച്ച സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരും സച്ചിയുടെ അടുത്ത് മഹേഷ് ഇങ്ങനെ പറയാണ്, ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ജയിലിൽ പോകേണ്ട അവസ്ഥയാണല്ലോ എന്നുള്ള കാര്യം, എല്ലാം ഇവന്മാര് കാരണമാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചി അവരുടെ നേർക്ക് ചെല്ലുവാണ് കേട്ടോ. ഇങ്ങനെ മോഷ്ടിച്ച സാധനങ്ങൾ വിൽക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഒരു ഓഫർ എന്നുള്ള കാര്യം പറയുമ്പോൾ ഇതൊക്കെ സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾ കാണാത്ത ജയിലൊക്കെ ഉണ്ട് ബോസ് എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് വിറ്റിട്ട് അവർ നല്ല കാശുണ്ടാക്കി പോയിട്ടുണ്ട്. ഇത്തവണയാണ് പിടിക്കപ്പെട്ടത്. മറ്റുള്ളവരുടെ വയറ്റത്തടിച്ചിട്ടാണ് കേട്ടോ നിങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് സച്ചി അവരുടെ നേരെ കൈ വാങ്ങുമ്പോഴേക്കും അവരാണെങ്കിൽ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, പോലീസുകാർ ഞങ്ങൾ തല്ലിക്കോട്ടെ, അതിലുള്ള റൈറ്റ്സ് അവർക്കുണ്ട്, പക്ഷെ താൻ കൂടുതൽ പിണയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുമ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ട്, നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഞങ്ങൾ പറയും, നിങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് എന്നുള്ള കാര്യം, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ. അപ്പോഴേക്കും മഹേഷ് ആണെന്നുണ്ടെങ്കിൽ സച്ചിയെ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. അവർ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും, നീ മിണ്ടാതിരിക്കും സച്ചി എന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് സച്ചി വീണ്ടും അവിടെയുള്ള SIന്റെ അടുത്ത് പറയുന്നുണ്ട്, സർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്, അറിയാതെ വന്നു പോയതാണ് സർ, ഞങ്ങൾ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് സർ ഞങ്ങൾ ദയവ് ചെയ്ത് വിടണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾ കുറച്ചൊന്നും മിണ്ടാതിരിക്കും എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അവരുടെ വായ അടപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ ഇന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വിചാരണയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഗ്യാങ്ങിലില്ല എന്നുള്ള കാര്യം മനസ്സിലായാൽ നിങ്ങളെ വിടുന്നുള്ള കാര്യം കൂടി പറയുമ്പോഴേക്കും സച്ചിയും അതുപോലെ മഹേഷും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കടയിലെ ഓണറും അതുപോലെ 2-3 ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരവരുടെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്തു കേട്ടോ. ആ കാര്യം SIന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കണം, കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയിക്കോളൂ സൈൻ ചെയ്തതിന് ശേഷം എന്ന് പറയുമ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തതായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് സുധിയാണ് കേട്ടോ. സർ നമസ്കാരം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും സുധിയുടെ സൗണ്ട് സച്ചിയും അതുപോലെ മഹേഷും കേൾക്കുന്നുണ്ട്. എടാ സുധി അല്ലേ ഇത് എന്നുള്ള കാര്യം മഹേഷ് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടേ. പോലീസുകാരൻ പറയുന്നുണ്ട് സാധനങ്ങളെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുമ്പോൾ സർ അത് എന്റെ കടയിൽ ഒരു സാധനങ്ങളും അതിനകത്ത് ഇല്ല എന്ന് പറയുമ്പോൾ മഹേഷ് സച്ചിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആഹാ നിന്റെ ഏട്ടനും പറ്റിക്കപ്പെട്ടിട്ടുണ്ടല്ലോടാ എന്ന്, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്താണ് സുധി സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഇങ്ങനെ വെക്കുന്നുണ്ടേ. അങ്ങനെ സുധി ആണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, 5 വാഷിംഗ് മെഷീൻ, 5 TV, 5 ഫ്രിഡ്ജ്, 5 AC, സർ TV എല്ലാം 32 ഇഞ്ചാണ്, ഇതൊന്നും പോരാത്തതിന് സർ കോംപ്ലിമെന്ററി ആയിട്ട് ഞാനൊരു കെറ്റിലും കൊടുത്തു എന്നുള്ള കാര്യം പറയാണേ. മൊത്തത്തിൽ സർ 5 lakhsന്റെ ബില്ലാണെന്നുള്ള കാര്യം പറയാണേ. അത് കേൾക്കുമ്പോൾ സുധിയുടെ കടയിൽ എന്തോ വലിയ ബിസിനസ് നടന്നു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്, ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പണം ഏതാന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ മഹേഷ്. എന്നാൽ ലിസ്റ്റ് എല്ലാം കേട്ടിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, ലിസ്റ്റ് എല്ലാം നീ കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ, എങ്കിലും നീ ഇത്രയും വലിയ പൊട്ടനായി പോയല്ലോ എന്നൊക്കെ. സർ അവരെന്നെ പറ്റിക്കുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാ അറിയുന്നത്, എനിക്കാണെങ്കിൽ ഡീലർക്ക് 4 lakhs കൊടുക്കണമായിരുന്നു, ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ 5 ലക്ഷം രൂപ ഒപ്പിച്ചു എന്നുള്ള കാര്യം പറയാണേ. അപ്പൊ വീട്ടിൽ കാണിച്ച പണം അവന് ലാഭത്തിൽ വന്നതല്ല, പിന്നെ എങ്ങനെയായിരിക്കും പണം വന്നത് എന്നുള്ള കാര്യം മഹേഷ് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതെങ്ങനെ വന്നതെന്നുള്ള കാര്യം എടാ എനിക്ക് ഇപ്പോഴാ മനസ്സിലായി എന്നുള്ള കാര്യം സച്ചി മഹേഷിന്റെ അടുത്ത് പറയാണേ. അത് കഴിഞ്ഞിട്ട് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് ഡീലർക്ക് കൊടുക്കാനുള്ളത് 4 ലക്ഷം അല്ലേ, പിന്നെ നീ എന്തിനാ 5 ലക്ഷം അറേഞ്ച് ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം എനിക്ക് വീട്ടിൽ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, എന്റെ വൈഫ് എന്നെ ചോദ്യം ചെയ്യും, അതുകൊണ്ട് അതിൽ 4 ലക്ഷത്തില് 1 ലക്ഷം രൂപ ലാഭം വന്നു എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ 5 ലക്ഷം ഞാൻ കാണിച്ചു, അതിന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ മൊത്തം 5 ലക്ഷം റെഡിയാക്കി എന്നുള്ള കാര്യം കൂടി തുറന്നു പറയുകയാണേ. ഇതെല്ലാം നമ്മുടെ സച്ചി ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ടെൻഷൻ ആവണ്ട എന്നുള്ള കാര്യം പോലീസുകാരൻ പറയുമ്പോഴേക്കും സാർ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക, ഇതിനകത്ത് എന്റെ സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ സെല്ലിനകത്ത് നിൽക്കുന്ന ആ കടയിലെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവരുടെ കടയിലെ സാധനങ്ങളൊക്കെ എവിടെ എന്നുള്ള കാര്യം. സാർ ഈ സാറിന്റെ കടയിലുള്ള സാധനങ്ങളൊക്കെ അടിപൊളി സാധനങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിറ്റുപോയി എന്ന് പറയാണ്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ നന്നായിട്ട് പറ്റിച്ചല്ലേ അഭിനയിച്ചിട്ട്, അതുപോരാത്തതിന് ഈ കാര്യത്തിൽ ഞാൻ വലിയ ആളായിട്ട് വരും എന്നുള്ള കാര്യം പറഞ്ഞല്ലേ, നിങ്ങളെ ഞാനെന്ന് പറഞ്ഞിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ കൈയിട്ടിട്ട് കോളറിന് പിടിക്കുന്നുണ്ട് കേട്ടോ സുധി. പക്ഷെ അപ്പോഴേക്കും പിടിച്ചു മാറ്റുവാണ് പോലീസുകാരൻ. എന്റെ സാധനങ്ങൾ എനിക്ക് വേണം സാർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കരയുന്ന രീതിയിലാണ് സുധി സംസാരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ, ആർക്കാണ് നിങ്ങളുടെ സാധനങ്ങളൊന്നും വിറ്റെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാം, എന്തായാലും നിങ്ങൾ ഇപ്പൊ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സുധി അവിടുന്ന് പറഞ്ഞു വിടുവാണേ. സാർ 4 ലക്ഷം രൂപയുടെ സാധനങ്ങളാ എന്ന് പറയുമ്പോഴേക്കും ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നാട്ടി പറഞ്ഞു വിടുവാണേ. അത് കഴിഞ്ഞ് സച്ചിയും അതുപോലെ മഹേഷും കൂടി പോലീസുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ആൾക്കാരും അവരൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല, സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാന്ന് പറയുമ്പോൾ അവരെ വെറുതെ വിടുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സച്ചി നേരെ വീട്ടിലേക്കാണ് ഇവിടെ ചെല്ലുന്നത്. നല്ലൊരു കുറിപ്പടം റിലീസ് ചെയ്യാനുണ്ടല്ലോ, അത് എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. വന്ന ഉടനെ തന്നെ എല്ലാവരുടെ അടുത്തും വരാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട്. എല്ലാവരും വന്നിട്ട് സച്ചിക്ക് എന്തോ പറയാനുണ്ട് എന്നുള്ള കാര്യം രവി പറയുമ്പോഴേക്കും ഇവൻ എന്ത് പറയാനാ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിച്ച് ചൂടാവുന്നുണ്ട്. ഇവിടെ ചെറിയൊരു വിചാരണയുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സുധി ചോദിക്കുന്നുണ്ട്, നീ എന്താ വലിയ പോലീസ് ഓഫീസർ ആണോ എന്നുള്ള കാര്യം. അയ്യോ ഞാൻ പോലീസ് ഓഫീസർ ഒന്നും അല്ല അച്ഛാ, എന്തായാലും നിനക്ക് വലിയ വലിയ പോലീസുകാരെയൊക്കെ നന്നായി
നന്നായിട്ട് അറിയാമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. എന്താണെങ്കിലും സച്ചി നീ കാര്യം പറ എന്നുള്ള കാര്യം രവിയും പറയുമ്പോഴേക്കും അച്ഛ ഇവൻ എങ്ങനെ 5 ലക്ഷം രൂപ വന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രമതിക്കും. ഏത് 5 ലക്ഷം എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത് അയ്യോ അച്ഛ അന്ന് ഇവൻ സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഇവന് 5 ലക്ഷം രൂപ വന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗഡർ എടുത്താണെങ്കിൽ വന്നിട്ട് അതിന്റെ ഷെയർ അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്തില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ അതെ അതെ എന്ന് പറയുകയാണേ. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്ത ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി സച്ചിക്ക് അരികിലേക്ക് ചെല്ലുവാണേ. ഇതെന്താ സച്ചി നീ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? ശ്രുതി ബിസിനസ് ചെയ്ത് ഉണ്ടാക്കിയ പണമാണ് അത്. ഓ സാധനങ്ങൾ വിറ്റ കാശല്ലേ, കറക്റ്റ് ആണ്. AC TV ഫ്രിഡ്ജ് ഇതെല്ലാം വിറ്റ കാശല്ലേ? അങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഇവനെന്താ വല്ല മറവി രോഗം വല്ലതുണ്ടോ? രേവതി നീ ഇവനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോ എന്നുള്ള കാര്യം പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്കല്ലേ? ഓ പോവാം ഉറപ്പായിട്ടും പോവാം. അതിനു മുമ്പ് ഒരു ചെറിയ പടം റിലീസ് ചെയ്യാനുണ്ടെന്നുള്ള കാര്യം പറയാണേ. ഓ എല്ലാവരും കൂടി ചേർന്നിട്ട് പടം കാണാൻ വേണ്ടി പോവാണോ? അതിന് വേണ്ടിയിട്ടാണോ വിളിച്ചെന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട്. പടം കാണാൻ വേണ്ടി പോവല്ല, നമ്മൾ ഇവിടെ തന്നെയാണ് പടം കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ പടം കാണിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു ഡയറക്ടർക്ക് എത്ര പണം മുടക്കിയിട്ടാണ് ഫിലിം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അറിയുമെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് വർഷ ചൂടാവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്ത പടമാണ്. സച്ചേട്ടൻ എപ്പോഴാ പടമൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് നമ്മൾ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെ തന്നെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് അത് തെളിവായിട്ട് മറ്റുള്ളവരും കൂടി നമ്മൾ കണ്ട കാര്യങ്ങൾ കാണിക്കണം, എന്നാ മാത്രമേ വിശ്വസിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സച്ചി ആ പടം റിലീസ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പടം ഓടിക്കുന്നതിന് മുമ്പായിട്ട് പൗഡർ എടുത്ത് നീ അന്ന് പറഞ്ഞല്ലോ ഇവൻ ബുദ്ധിശാലിത്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യം, അവന്റെ ബുദ്ധി എത്ര എന്നുള്ള കാര്യം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. അവൻ 5 ലക്ഷം രൂപ വന്നതല്ലേ പറഞ്ഞോളൂ, 5 ലക്ഷം രൂപ പോയത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. 4 ലക്ഷം പോയിന്നോ? നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നത് എന്നുള്ള കാര്യം രവിയും ചോദിക്കുന്നുണ്ടേ. അതെ അച്ഛ, അത് സാറിന്റെ വായ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അച്ഛന് കേൾക്കാം, അച്ഛൻ അവിടെ ഇരിക്കുക എന്ന് പറയാണേ. എന്നതിന് ശേഷമാണ് ആ പടം റിലീസ് ചെയ്യുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ശ്രുതി പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. 1 ലക്ഷം രൂപ ലാഭമായിട്ട് കാണിച്ചു, അത് ഭാര്യ കണക്ക് ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ടാണ് സാർ ഞാൻ 5 ലക്ഷം രൂപ അറേഞ്ച് ചെയ്തെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് എല്ലാവരും കേൾപ്പിക്കാനായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഇങ്ങനെതായിട്ട് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശ്രുതി 5 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തിയെന്നും അതിൽ നിന്ന് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ വലിയ തുള്ളലായിരുന്നല്ലോ ശ്രുതി. ആ തുള്ളൽ അങ്ങ് മാറ്റി കൊടുത്തു നമ്മുടെ സച്ചി.